ഇന്നിപ്പോൾ നമ്മൾ പറയാം, ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതിനാലുണ്ടായിത്തീരുന്ന എന്ത് പറയാം, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ. അടിസ്ഥാന കാരണം എന്താണ്? ഒറ്റ വാക്ക് പറയും. എന്താ അടിസ്ഥാന കാരണം? ആഹാരം. ആഹാരം ശ്രദ്ധിച്ചാൽ ഇതൊന്നും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഷുഗർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. ഞാനടക്കം ഒക്കെ. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. അതന്നെ പ്രധാനം, ആഹാരം ശ്രദ്ധിച്ചില്ല. വിരുദ്ധാഹാരം കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്. വിരുദ്ധാഹാരത്തിനുണ്ടാവുന്നതാണ് ക്യാൻസർ, വിരുദ്ധാഹാരത്തിനുണ്ടാവുന്നതാണ് ഷുഗർ, വിരുദ്ധാഹാരത്തിനുണ്ടാവുന്നതാണ് പ്രഷർ. എല്ലാ രോഗവും വിരുദ്ധാഹാരത്തിനുണ്ടാവുന്നതാണ്. അപ്പോൾ വിരുദ്ധാഹാരം നമ്മൾ എന്തായാലും ഉപേക്ഷിക്കണം. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടെ ഒരു 2-3-4 പാത്രം നിറയെ ഫ്രൂട്ട്സ് വെക്കും. ഈ ഫ്രൂട്ട്സിൽ ഏകദേശം പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. മൊസമ്പി ആകാം, മനസ്സിലായി, വൈറ്റമിൻ സി ഉള്ളതാണ്. ഇങ്ങനത്തെ ഏകദേശം ആ ഫ്രൂട്ട്സിലെല്ലാം പുളിയുണ്ട്. അപ്പോൾ ഈ പുളിയുള്ള ഈ ഫ്രൂട്ട്സ് അവിടെ എങ്ങനെ വെക്കും? ആ ഫ്രൂട്ട്സ് അങ്ങനെ അവിടെ വെച്ച് അത് നമ്മൾ കഴിക്കും. പിന്നെ നമ്മൾ നേരെ വരുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മൾ എങ്ങോട്ട് വരും? ഐസ്ക്രീമിലേക്ക് വരും, ഫുഡിങ്ങിലേക്ക് വരും. ഇത് രണ്ടിനും പ്രധാനമായി അടങ്ങിയത് എന്താ? പാല്. ഒരിക്കലും പറ്റൂല. ദഹനം നടക്കണമെങ്കിൽ ബോഡിയിൽ അഗ്നിഗുണം ജ്വലിക്കണം, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? പറകുട്ടി ദഹനം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നീ അതിലേക്ക് എന്താണ് ഒഴിക്കണത്? പച്ചവെള്ളം. അപ്പൊ പിന്നെ ഞാൻ എന്താ ഉണ്ടാവാൻ പോണത്? അതാണ് കെടും, പുകയുണ്ടാവും. ഒരു വ്യക്തി മറ്റൊരാൾ കഴിക്കുന്ന അളവ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എൻ്റെ ബോഡിയിലുള്ള അഗ്നിക്കനുസരിച്ച് എനിക്ക് കഴിക്കാൻ പറ്റൂ. ഒരു 20-22 വയസ്സായ ബാല്യക്കാരൻ കഴിക്കുന്നത്, ഒരാൾ കൃത്യമായി പത്യാരം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റ് ഔഷധങ്ങൾ ആവശ്യമില്ല. നേരെ മറിച്ച് പത്യാരം കഴിക്കുന്നില്ലെങ്കിലോ അയാൾ കഴിക്കുന്ന ഭക്ഷണം അയാളുടെ ബോഡിയോടോ അയാളുടെ ദേശത്തോടോ ദേശത്തിൻ്റെ സാഹചര്യത്തോടോ കാലത്തോടോ യോജിക്കാത്തതാണെങ്കിൽ അയാളുടെ രോഗം ഒരു മരുന്നിന് മാറ്റാനോട്ട് കഴിയൂല. ഞാൻ എന്താ പറയുക, വൈദ്യരത്ന സംഹിതയിൽ നിന്നാണ് വായിച്ചത്. ഞാൻ ചരക സംഹിതയിൽ നിന്ന് വീണ്ടും വായിക്കാം. പ്രാണാഭൃതാം അന്നം അന്നം ലോകോ പിതാവതി വർണ്ണ പ്രസാദ സൗസ്വല്യം ജീവിതം പ്രതിഭാസുഖം. ഞങ്ങൾക്ക് ചരക സംഹിതയിൽ നിന്നാണ് 27-ാം ഖണ്ഡം 349-ാമത്തെ വചനം ആണ് വായിച്ചത്. പ്രാണഭൃതാം അന്നം അന്നം ലോകോ പിതാവതി വർണ്ണ പ്രസാദ സൗസ്വല്യം ജീവിതം പ്രതിഭാസുഖം. എന്താ അതിൻ്റെ അർത്ഥം? ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്തുന്നത് അന്നമാണ്. ലോകം മുഴുവനും അന്നത്തിൻ്റെ പുറകെ ഓടുകയാണ്. ശരീരത്തിൻ്റെ നിറം, മനസ്സിൻ്റെ സുഖം, പ്രസന്നത, നല്ല ശബ്ദം, ആയുസ്, ബുദ്ധിശക്തി, പുഷ്ടി ഇവയെല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഹാരമാണ്. ആ ഭക്ഷണം നിനക്ക് ദഹിക്കാത്തതാണോ? വേറൊന്നും തിന്നിട്ടില്ലെങ്കിൽ, തിന്നാൻ കിട്ടിയില്ലെങ്കിൽ തിന്നണ്ട. തിന്നിട്ടില്ലെങ്കിൽ ഒരു ചുക്കും വരാൻ പോണില്ല. പിന്നെ എങ്ങനെ നിന്റെ പ്രാണൻ നിലനിർത്തുന്നു എന്ന് നിന്റെ ബോഡിക്കറിയും. എൻ്റെ ബോഡിയിലുണ്ടല്ല. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തെ നമ്മൾ ഭംഗിയായി ശ്രദ്ധയായി സൂക്ഷിക്കണം. അഷ്ടാംഗ ഹൃദയത്തിൽ അടക്കം എല്ലാ ചരക സംഹിതയിലും അഷ്ടാംഗ ഹൃദയത്തിലും അടക്കം എല്ലാ ആയുർവേദവും ഭക്ഷണത്തിൽ 3 അതിപ്രധാനപ്പെട്ട സിംബലുകൾ അടങ്ങിയ ഉപദേശം നൽകിയിട്ടുണ്ട്. 1 ഹിതബുക്ക്, 2 മിതബുക്ക്, 2 ഋതബുക്ക്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഹിതബുക്ക്, മിതബുക്ക്, ഋതബുക്ക്. ഹിതബുക്ക് എന്നാൽ ശരീരത്തിന് ഗുണകരമായത് മാത്രം കഴിക്കുക. ശരീരത്തിനാണ്, ആ ശരീരത്തിന്. ഇപ്പം നമ്മൾ ജനിച്ച കുട്ടിക്ക് ബിരിയാണി കൊടുക്കൂല. എന്തുകൊണ്ട്? ആ കുട്ടിക്ക് അത് ഹിതമല്ല. ഒരു പ്രായം കഴിഞ്ഞാലും കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പല്ല് നേരം വൈകി വന്ന് നേരത്തെ കൊഴിഞ്ഞ് പറയും. എന്തുകൊണ്ടാണ് പല്ല് നേരം വൈകി വന്ന് നേരത്തെ കൊഴിഞ്ഞത്? എന്തുകൊണ്ട്? 1-ാം ഘട്ടത്തിലും ലാസ്റ്റ് ഘട്ടത്തിലും എല്ലാ ഭക്ഷണം പറ്റൂല. തിരിഞ്ഞിട്ട് ഇപ്പൊ കുട്ടിക്ക് പല്ലിന് ആവശ്യമല്ല. എന്തുകൊണ്ട്? പല്ല് വന്നപ്പോഴത്തേന് കുട്ടിക്ക് 1-1.5 വയസ്സ് 2 വയസ്സ് അങ്ങനെയൊക്കെ ആയി.
ജനിച്ച ഉടനെ കുട്ടിക്ക് പല്ല് വരുന്നില്ല. എന്തുകൊണ്ട്? എന്താ പല്ല് വരാത്ത? കടിച്ച് മുറിച്ചു തിന്നുന്നത് കുട്ടിക്ക് ഹിതമല്ല. വയസ്സ് കുറച്ചും കൊണ്ട് ആയപ്പോഴത്തേന് പല്ല് കൊഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? ഇനി കടിച്ചു മുറിച്ച് കഴിക്കുന്നതൊന്നും ഹിതമല്ല. അപ്പൊ ഹിതബുക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്, നിന്റെ സാഹചര്യത്തിന് നിനക്ക് ഹിതമായത്, നിന്റെ ബോഡിയുടെ, നിന്റെ പ്രായം, പരിധി, അതിന് ഹിതമായത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോഴേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ 60 വയസ്സിൽ പല്ല് കൊഴിഞ്ഞാടിയപ്പോ എന്ത് ചെയ്തു? പല്ലുച്ചു. എന്നിട്ട് മട്ടൻ ചാപ്സ് തിന്നു, പൂത്തിറച്ചി. ഹോട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്ത്? ഹോട്ടലിൽ കയറിയിട്ട് ബീഫ് ഫ്രൈ. കാൽഭാഗം പോലും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പം മറ്റേ ഇതിന് ബുദ്ധിമുട്ടുള്ള കാലമാണല്ലോ. എന്ത് ഗ്യാസിന് ബുദ്ധിമുട്ടുള്ളൊരു കാലമായതുകൊണ്ട് വല്ലാതൊന്നും അവരെന്ത് ചെയ്യൂല, വേവിക്കൂല. അപ്പം ഈ എന്ത് ചെയ്തെന്നറിയാം? ബീഫ് ഫ്രൈ. അപ്പം ഈ പിന്നെ അവിടെ ഒപ്പമുള്ളവരോട് പറയാണ്, പല്ല് വെച്ചത് നന്നായി, എന്തും കടിച്ചോണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അവിടെ റബ്ബിലേക്ക് ചേർത്ത് പടച്ചോന്റെ ഒരു സഹായം. എന്താ എൻ്റെ പല്ല് കൊഴിഞ്ഞു പോകാൻ കാരണം? ഇനി നിനക്ക് കടിച്ചോട്ടിരിക്കേണ്ട ഒരു ആവശ്യം നിന്റെ ബോഡിക്ക് ഇല്ല. പിന്നെന്തിനാ കടിച്ചു പിടിക്കുന്നത്? അപ്പൊ ഇതാണ് ഹിതബുക്ക്. നിന്റെ ബോഡിക്ക് ഹിതമായത് നീ കഴിക്കാം. അതാണ് ഹിതബുക്ക്. 2 മിതബുക്ക്. മിതമായി കഴിക്കാം. നിങ്ങളളവും എൻ്റെ അളവും 2. നിങ്ങൾ കുടിക്കണ വെള്ളവും ഞാൻ കുടിക്കണ വെള്ളം ഒന്നാകാൻ പാടില്ല. ഡോക്ടർ പറയും, എല്ലാ ഡോക്ടർ ജീവൻ അനുസരിക്കണ്ട. ഡോക്ടർക്ക് രോഗിയാണ് ആവശ്യം. യൂറോപ്പിൽ നിന്ന് കൊടുത്തയക്കുന്ന പുസ്തകങ്ങൾ നോക്കി വായിച്ച് പറയാണ് ഇവര്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ 1 ഹിതബുക്ക്, 2 മിതബുക്ക്. മിതമായി കഴിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുലുസുല്ലി ത്വാമിഹി വ സുലുസുല്ലി ഷറാബിഹി, 5 ലിറ്റർ വെള്ളം എൻ്റെ ആമാശയത്ത് കൊള്ളൂലല്ലോ. സുലുസുല്ലി ത്വാമിഹി വ സുലുസുല്ലി ഷറാബിഹി വ സുലുസുല്ലി നഫസിഹി, അവൻ്റെ അന്നത്തിന് 1/3 ഭാഗം, വെള്ളത്തിന് 1/3 ഭാഗം, ബാക്കി എന്ത് ചെയ്യണം? അവിടെ കാലിയാക്കിയിടണം. അപ്പോൾ 1 ഹിതബുക്ക്, 1 മിതബുക്ക്, 2 ഋതുബുക്ക്. ഋതുബുക്ക് എന്ന് പറഞ്ഞാൽ കാലസ്ഥിതി അനുസരിച്ച ഭക്ഷണം കഴിക്കുക. അതാണ് ഋതുക്കൾ. മനസ്സിലായില്ലേ? വസന്തം, ഗ്രീഷ്മം, വസന്തം, ഹേമന്തം, ശിശിരം, ഹേമന്തം, വസന്തം. അറിയില്ലേ? ഋതുക്കൾക്കനുസരിച്ച് ഭക്ഷണം മാറ്റണം. എല്ലാ ഋതു ഒരുപോലെയല്ല. ചൂടുകാലത്തെ ബോഡി സ്വീകരിക്കുന്നത് തണുപ്പ് കാലത്ത് സ്വീകരിക്കൂല. ചൂടുകാലത്തെ ഭക്ഷണം തന്നെ തണുപ്പ് കാലത്ത് കഴിക്കരുത്. തണുപ്പ് കാലത്തെ ഭക്ഷണം ചൂടുകാലത്തും കഴിക്കരുത്. ഇപ്പൊ കഫം അധികരിക്കാൻ, വാദം, പിത്തം, കഫം അധികരിക്കാൻ പറ്റിയ സാഹചര്യമാണ് തണുപ്പ് കാലം. അപ്പോൾ കഫം അധികരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓറഞ്ച് കഴിക്കേണ്ടത് വേനലിലാണ്, എപ്പോഴല്ല? പറ, എപ്പോഴല്ല? മഴക്കാലം, മഴ അങ്ങനെ പെയ്യുമ്പോഴല്ല. മഴ പെയ്യുമ്പോൾ ഉണ്ടായാൽ എന്താ ചെയ്യേ? വിട്ടുമാറാത്ത ചുമ ഉണ്ടാവും. അതിൻ്റെ സീസൺ അല്ല അത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാം ഒരു കാലത്ത് പറ്റൂല. ആവശ്യമില്ലാതെ മൂക്കിന്ന് വെള്ളം ഒരുക്കും. അതവിടെ നിനക്ക് ആവശ്യമില്ല. മൂക്ക് എന്നോട് പറയും ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പൊ കാലത്തിനനുസരിച്ച്, ഉദാഹരണം, ഒരു പക്ഷേ വേനൽക്കാലത്ത് ഓറഞ്ചിന് 1 കിലോ 60 റുപ്യ വേണ്ടി വരും, അല്ലെങ്കിൽ 70 റുപ്യ വേണ്ടി വരും. ഇപ്പം അത് 30 റുപ്യ കിട്ടും. അപ്പം നമ്മൾ വരുത്തുന്നു അല്ലേ? പറയുന്നു, വരുത്തുന്നു. 4 400 4 കഫുണ്ടാക്കുന്ന സാധനമാണ്. നിന്റെ ബോഡിയുടെ നീരിനെ വർദ്ധിപ്പിക്കുന്ന സാധനമാണ് ആ സാധനം. അപ്പം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പം ഹിതബുക്ക്, മിതബുക്ക്, ഋതുബുക്ക്, ഈ 3 കാര്യം അഷ്ടാംഗ ഹൃദയം 4-ാം അധ്യായം വിശദമായി പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല.
ചിന്തിക്കണം. ഇത് നമ്മൾക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരിക്കൽ വാഗ്ഭട മഹർഷി വൈദ്യന്മാരോട് ചോദിച്ച ഒരു കഥയുണ്ട്. എന്താണ്? വാഗ്ഭട മഹർഷി ഒരിക്കൽ വൈദ്യന്മാരോട് ചോദിച്ചു, ആരാണ് രോഗമില്ലാത്തവൻ, ആരാണ് രോഗമുള്ളവൻ? വൈദ്യന്മാർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ആരാണ് രോഗമില്ലാത്തവൻ, ആരാണ് രോഗമുള്ളവൻ എന്നൊരു കഥയാണ്. വാഗ്ഭട മഹർഷി വൈദ്യരോട് വൈദ്യസമ്മേളനത്തോട് ചോദിച്ചു എന്ന കഥ. എന്നാൽ അവർക്കതിനുത്തരം പറയാൻ കഴിഞ്ഞില്ല. ശരണാഗതൻ മഹർഷി അതുവഴി നടന്നു പോയിരുന്നു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഈ വാക്ക: ഹിതബുക്ക്, മിതബുക്ക്, ഋതുബുക്ക്. ഇവനാണ് രോഗമില്ലാത്തവൻ, ഇതിനെതിരായവനാണ് ആര്? രോഗമുള്ളവൻ. മനസ്സിലായില്ല? വാഗ്ഭട മഹർഷി ഒരിക്കൽ വൈദ്യന്മാർ കൂടിയിരിക്കുന്നിടത്തേക്ക് ചോദിച്ചു, ആരാണ് രോഗമുള്ളവൻ, ആരാണ് രോഗമില്ലാത്തവൻ? അവർക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ശരണാഗതൻ അതുവഴി നടന്നു പോയപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഇത് ഈ വാക്ക: ഒന്ന് ഹിതബുക്ക്, മിതബുക്ക്, ഋതുബുക്ക്. ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കാണാം. നമുക്ക് പറ്റിയത് ഓരോന്നിനും പറ്റിയതുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ കാരക്ക മരുഭൂമി നിവാസികൾ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല. അവർക്ക് അവരളവും നമുക്ക് നമ്മളളവുമാണ്. നമ്മൾ കഴിക്കണം മുഴുവൻ അവർ കഴിക്കാനും പാടില്ല. മനസ്സിലാവും? എല്ലായിടത്തും ഒരു ഭക്ഷണമല്ല, എല്ലായിടത്തും ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. ഇപ്പം നമ്മളെ നാട്ടിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത് എന്താ? ഇവിടെ പാർക്കുന്നവർക്ക് ഇതിൻ്റെ ഈ ബോഡി സ്ഥിതിയാണ്, ആ ഔഷധങ്ങളെയും ബോഡി സ്ഥിതി. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ സാധനങ്ങളൊക്കെ ഉള്ളു. ഇപ്പം ഈ വളർന്നു വരുന്ന ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്കൊരു ഗോതമ്പ് വിളയിക്കാൻ കഴിയൂല, നെല്ല് വിളയിക്കാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം? ഗോതമ്പിന് പറ്റിയ ബോഡിയല്ല. ഗോതമ്പ് എപ്പോഴെങ്കിലും കഴിക്കാൻ നമുക്ക്. സ്ഥിരമായി ഗോതമ്പ് കഴിക്കേണ്ടത് നമ്മളല്ല, സ്ഥിരമായി അരി കഴിക്കേണ്ടത് അവരും അല്ല. ഇപ്പൊ ഗോതമ്പ് നാളെ പടച്ച തമ്പുരാൻ നോക്ക്, നിങ്ങൾ ചിന്തിക്കി. അപ്പൊ നെൽച്ചെടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച പടച്ച തമ്പുരാൻ വെച്ചത് തന്നെയാണ് നിന്റെ ബോഡിയിലും വെച്ചിട്ടുള്ളത്. നിന്റെ ബോഡിയും നെൽച്ചെടിയും യോജിക്കും. പിന്നെ നീ അരി കഴിച്ചാൽ നിനക്ക് ഷുഗർ വരുന്നില്ലേ? അതിന് കാരണമുണ്ട്. ഷുഗർ വരാതെയിരിക്കും. ഞാൻ വിശദമായി പിന്നെ പറയാം. അരി കഴിച്ചാൽ ഷുഗർ കുറക്കാം. നിൻ്റെ അടുത്ത് സൂത്രമുണ്ട്. എന്തോന്ന് പറഞ്ഞല്ലോ? എന്താ പറഞ്ഞ? അരി കഴിച്ചാൽ ഷുഗർ കുറയും. അരി കഴിച്ചാൽ ഷുഗർ കുറയും. എൻ്റെ അടുത്ത് പരിഹാരമുണ്ട്. അരി കഴിച്ചാൽ ഷുഗർ കുറയും. അരി ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കുറയും. പറഞ്ഞുതരാം. എല്ലാം കൂടി ഒന്നാം ദിവസം തരിലാക്കണ്ട. ഈ വിഷയം ഗൗരവമാണ്. നിങ്ങൾ പഠിച്ചോളൂ. ഉറപ്പ്. അരി ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കുറയും. അരി ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കുറയും. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഏതരിയും ഞാൻ അതിനായിട്ട് പ്രത്യേക അരി ഉണ്ടോ ഉസ്താദ്? സാധാരണ അരി, എൻ്റെ നാട്ടിലുണ്ടാക്കുന്ന അരി, എൻ്റെ പാടത്ത് വിളയുന്ന അരി. ആ അരി കഴിച്ചാൽ നിനക്ക് ഷുഗർ കുറയും. അതിന് കാരണമുണ്ട്. അതിൽ നിന്ന് നീ ഉമ്മിയല്ലാത്ത ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല. ബാക്കിയൊക്കെ കഴിക്കണം. ഉമ്മിയല്ലാത്ത നെല്ലിൽ നിന്ന്, നെൽമണിയിൽ നിന്ന് ആകെ നീക്കം ചെയ്യാൻ, അത് നീക്കം ചെയ്യേണ്ടതാണെന്ന് അത് പറയും. കാരണം അതിൻ്റെ ഉമി കോട്ടിങ് ഉണ്ടല്ലോ, ഉമി കോട്ടിങ് നാവ് എക്സെപ്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ല? നാവിനത് എക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അതാണ് എന്ത്? ഉമി നാവിലേക്ക് കയറിക്കഴിഞ്ഞാൽ നാവ് സ്വയം അത് ഊർത്ത് പുറത്തേക്ക് ഇടും. അവിടെ അങ്ങനെയല്ല. അതായത് അരിമണിയിൽ നിന്ന് ആകെ ഒഴിവാക്കേണ്ട സാധനം എന്തേ ഉള്ളൂ? ഉമി.
ഇന്ന് വരുന്നത് ബ്ലീച്ച്ഡ് റൈസാണ്. ഇത് ഷുഗർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ, അതിലാകെ സ്റ്റാർച്ചാണുള്ളത്. ഞാൻ വിശദമായ പഠനം നടത്തി നിങ്ങളോട് പറയുന്നുണ്ട് ഈ കാര്യം. എനിക്ക് ആ റേഷൻ ഷാപ്പ് വരെ നമ്മൾ അരി മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രാലയമൊക്കെ നോക്കുകുത്തിയായി തീരുള്ളൂ. ഉമയില്ല തവിടില്ലാത്തൊരരി കേരള സർക്കാർ വിതരണം ചെയ്യാൻ പാടില്ല. ഷുഗർ രോഗികളെ കൂട്ടും. അതിനൊക്കെ സംവിധാനങ്ങൾ ഇന്നുണ്ട്. എല്ലാ കണ്ടൻറ്റും അതിൻ്റെ ആരോഗ്യവത്തായ എല്ലാ കണ്ടൻറ്റും കളഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ റേഷൻ ഷാപ്പിൽ വിതരണം ചെയ്യുന്നത്. റേഷൻ ഷാപ്പ് വഴിയായി ഇന്ന് റേഷൻ ഷാപ്പ് വഴി വിതരണം ചെയ്യുന്നത് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന അരിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കച്ചവടക്കാരെ പറ്റി പറയുന്നില്ല. റേഷൻ ഷാപ്പുകാരെങ്കിലും എന്ത് ചെയ്യണം? ഈ ബ്ലീച്ച്ഡ് അരി അല്ലാത്ത അരി കൊടുക്കണം. അതായത് എന്തുള്ള അരി? തവിട് പൂർണ്ണമായും ഉള്ള അരി. ഉമ്മി മാത്രം കളയുക. കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് നിങ്ങളെ ഷുഗർ കുറക്കും, ഷുഗർ കുറയും. അപ്പം എന്താ പറഞ്ഞതെന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപത്തിൽ അതാണ് ഹിതബുക്ക്, മിതബുക്ക്, ഋതുബുക്ക്. ഇത് മൂന്നും ഒരാൾ കൃത്യമായി പാലിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവാൻ എന്ന് വാഗ്ഭട മഹർഷിയോട് എന്താ പറയുക, ശരണാഗതൻ പറഞ്ഞു എന്നാണ് ചരിത്രം. വാഗ്ഭട മഹർഷി അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാം, ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അതിനാലുണ്ടായിത്തീരുന്ന എന്ത് പറയാം, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ. അടിസ്ഥാന കാരണം എന്താണ്? ഒറ്റ വാക്ക് പറയും. എന്താ അടിസ്ഥാന കാരണം? ആഹാരം. ആഹാരം ശ്രദ്ധിച്ചാൽ ഇതൊന്നും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് ഷുഗർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. ഞാനടക്കം ഒക്കെ. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായത്? ആഹാരം ശ്രദ്ധിച്ചില്ല. അതന്നെ പ്രധാനം, ആഹാരം ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മൾ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക? വിരുദ്ധാഹാരം കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്. വിരുദ്ധാഹാരത്തിൽ നിന്നുണ്ടാവുന്നതാണ് ക്യാൻസർ, വിരുദ്ധാഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഷുഗർ, വിരുദ്ധാഹാരത്തിൽ നിന്നുണ്ടാവുന്നതാണ് പ്രഷർ. എല്ലാ രോഗവും വിരുദ്ധാഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ വിരുദ്ധാഹാരം നമ്മൾ എന്തായാലും ഉപേക്ഷിക്കണം. എന്താണ് വിരുദ്ധാഹാരം? രണ്ടോ രണ്ടിലധികമോ ആഹാര പദാർത്ഥങ്ങൾ തമ്മിൽ കൂടാൻ പാടില്ലാത്തത് കൂടുകയോ. മനസ്സിലായില്ലേ? പാകം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പാകം ചെയ്യുകയോ കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കഴിക്കുകയോ ചെയ്യുന്നതാണ് വിരുദ്ധാഹാരം. എന്താ വിരുദ്ധാഹാരം? മനസ്സിലായില്ല. രണ്ടോ രണ്ടിൽ കൂടുതലോ ആഹാര പദാർത്ഥങ്ങൾ ചേരാൻ പാടില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ, ആ ആഹാരത്തെ തമ്മിൽ ചേർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാകം, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പാകപ്പെടുത്തൽ, പാകം ചെയ്യൽ, പാചകം ചെയ്യൽ, അത് അങ്ങനെ പാചകം ചെയ്യുമ്പോൾ അതിൽ വരുന്ന ക്രമവ്യത്യാസങ്ങൾ, അതിൻ്റെ ചേരുവയിൽ വരുന്ന ക്രമവ്യത്യാസങ്ങൾ, ഒന്നിരിക്കൽ അത് തമ്മിൽ ചേരാൻ പാടില്ല, അല്ലെങ്കിൽ അത് തമ്മിൽ ചേരുമ്പോൾ ഇന്നാലിന്നത് ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിലിന്നാലിന്ന പരിതസ്ഥിതിയിൽ അത് തമ്മിൽ ചേരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത്? ഇതാണ് വിരുദ്ധാഹാരം. അടിസ്ഥാനപരമായി ഇതാണ് വിരുദ്ധാഹാരം. മനസ്സിലാച്ച രണ്ടോ രണ്ടിൽ കൂടുതലോ ആഹാര പദാർത്ഥങ്ങൾ അത് തമ്മിൽ ചേരാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അങ്ങനെ ചേർന്നാൽ അത് രോഗം ഉണ്ടാക്കും. അപ്പം ഇത് നമുക്ക് ശ്രദ്ധിക്കണം. ഒരൊറ്റ കാര്യം പറയാം, ഇങ്ങോട്ട് നോക്കി, ഒറ്റ കാര്യം പറയാം. ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അവിടെ ഒരു 2-3-4 പാത്രം നിറയെ ഫ്രൂട്ട്സ് വെക്കും. ഈ ഫ്രൂട്ട്സിൽ ഏകദേശം പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. പുളിയുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. മൊസംബി ആകാം,
മനസ്സിലായില്ലേ, വൈറ്റമിൻ സി ഉള്ളതാണ്. ഇങ്ങനത്തെ ഏകദേശം ആ ഫ്രൂട്ട്സിലെല്ലാം പുളിയുണ്ടാവും. അപ്പോൾ ഈ പുളിയുള്ള ഈ ഫ്രൂട്ട്സ് അവിടെ എങ്ങനെ വെക്കും? ആ ഫ്രൂട്ട്സ് അങ്ങനെ അവിടെ വെച്ച് അത് നമ്മൾ കഴിക്കും. പിന്നെ നമ്മൾ നേരെ വരുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മൾ എങ്ങോട്ട് വരും? ഐസ്ക്രീമിലേക്ക് വരും, പുഡിങ്ങിലേക്ക് വരും. ഇത് രണ്ടിലും പ്രധാനമായി അടങ്ങിയത് എന്താ? പാല്. ഒരിക്കലും പറ്റൂല. എനിക്ക് ക്യാൻസർ ഉണ്ടാവാൻ പിന്നെ എന്താ അത്ഭുതമുള്ളത്? ക്യാൻസർ ഉണ്ടാവും ആ വ്യക്തിക്ക്. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, അതിൻ്റെ മുമ്പ് എന്താ കഴിച്ച്, ഇനി എന്താ കഴിക്കാനുള്ളത്. പാല് കഴിക്കുമ്പോൾ പാലുമായി ബന്ധപ്പെട്ടതോ, ഐസ്ക്രീം പാലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതിന് മുമ്പ് മൊസമ്പി കഴിക്കാൻ പാടില്ല, അതിന് മുമ്പ് പുളിയുള്ള മാങ്ങ കഴിക്കാൻ പാടില്ല. കഴിച്ചാലോ ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ ആമാശയം വിരുദ്ധ സാഹചര്യത്തിൽ പാലിനെ തൈരാക്കും. അതുണ്ടാക്കുന്ന ദോഷത്തിന് കൈ കണക്കുണ്ടാവില്ല. നിന്റെ വാതപിത്ത കഫങ്ങളെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ ബോഡിക്ക് പിന്നെ കഴിയില്ല. ഇതിനാലുണ്ടായിട്ടുള്ള രോഗങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. വലിയ രോഗങ്ങൾ ഉണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാനേ പാടില്ല. തിരിഞ്ഞിട്ടില്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ അവിടെ ഐസ്ക്രീം പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഉച്ചഭക്ഷണം നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കും. അതേ സമയത്ത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം വരുത്തി തണുത്ത വെള്ളം അങ്ങനെ കുടിക്കും. അത് ബോഡിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കും. പിന്നെ എന്താ അവിടെ കുടിക്കുക? മോര് കുടിച്ചോ. ഉച്ചക്ക് മോര് വളരെ നല്ലതാണ്. ഉച്ചക്ക് മോര് കഴിച്ചാൽ നിന്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. വെള്ളത്തിന് പകരമാണ്. മനസ്സിലായില്ല? ഉച്ചഭക്ഷണം ചോറിലേക്ക് വെള്ളം ഇങ്ങനെ ഓരോന്നിനും നിനക്ക് വെള്ളം ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നിനക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നിനക്ക് നല്ലതാണ് എന്ത് കഴിക്കൽ? മോര് കഴിക്കുക. മനസ്സിലാണ്ടോ പറഞ്ഞത്? മോര് ഉച്ച കഴിക്കുന്നത് വളരെ നല്ലതുമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. 11 മണിയുടെയും 2 മണിയുടെയും ഇടയിൽ കഴിക്കലാണ് തൈരും മോരും ഏറ്റവും നല്ലത്. ആ ഉച്ചയുടെ ആ പ്രധാനപ്പെട്ട ടൈം 10 മണിക്ക് ശേഷം. മനസ്സിലായില്ലേ? 2 മണി 3 മണിക്ക് മുമ്പ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സമയം. അത് നല്ല കരുത്തുണ്ടാക്കുന്നു എൻ്റെ ബോഡിക്ക്. അപ്പോൾ അവിടെ ചില ആളുകൾക്ക് ഒരു ഉരുള അങ്ങോട്ട് ഇറങ്ങൂല. ഉരുള ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെള്ളം ചെല്ലേണ്ടി വരും. അപ്പം ഈ പച്ചവെള്ളം കുടിക്കണ്ട, പകരം അവിടെ എന്ത് കുടിച്ചോ. മനസ്സിലായില്ലേ പറഞ്ഞത്? നിൻ്റെ ഉള്ളിലുള്ള അഗ്നി ഒരു ഉരുള ഇടുന്നതോടുകൂടെ നിൻ്റെ ഉള്ളിലുള്ള അഗ്നി പൊങ്ങും. അഗ്നിയാണ് ദഹിപ്പിക്കുക. ഈ അഗ്നിയുടെ കണ്ടന്റ് നിൻ്റെ ബോഡിയിലുണ്ട്. അതേസമയത്ത് വെള്ളം കുടിച്ചാൽ ആ അഗ്നി അത് കെടുത്തും. പിന്നെ അവിടെ പുകയുണ്ടാവുക. മനസ്സിലായില്ല? ഒരു അഗ്നി സ്വാഭാവികമായി കെട്ട ഒരു ചുക്കും അവിടെ വരാൻ പോകുന്നില്ല. വേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആണോ അല്ലേ? ഒന്ന് പറയും. ഒരു തീയെ സ്വാഭാവികമായി കെട്ടാ പുക ഉണ്ടാവുമോ? എന്തേ ഉണ്ടാവുള്ളൂ? ചാരം. അതെൻ്റെ വേസ്റ്റാണ്. അതേ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു കനലിലേക്ക് നീ എന്തിട്ടു? വെള്ളം ഒഴിച്ചാൽ അത് സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. പോക അങ്ങോട്ട് പൊങ്ങും. ഉണ്ടോ ഇല്ലേ? ഇതേ അവസ്ഥ നിന്റെ ബോഡിയിലുണ്ടാവും, നിന്റെ ആമാശയത്തിലുണ്ടാവും. നീ എന്ത് അഗ്നി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ്. അതായത് നീ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ശരീരത്തിലുള്ള അഗ്നിഗുണം ജ്വലിക്കണം. അപ്പോൾ മാത്രമേ ദഹിക്കുള്ളൂ. ദഹനം നടക്കണമെങ്കിൽ ബോഡിയിൽ അഗ്നിഗുണം ജ്വലിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? പറകുട്ടി, ദഹനം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നീ അതിലേക്ക് എന്താണ് ഒഴിക്കണത്? പച്ചവെള്ളം. അപ്പൊ പിന്നെ ഞാൻ എന്താ ഉണ്ടാവാൻ പോണത്? അതാണ് കെടും. പുകയുണ്ടാവും. അത് നിന്റെ ബോഡിയുടെ സന്തുലിതാവസ്ഥയെ ഇല്ലാതാക്കും. അതേ സമയത്ത് അത് അതിന്റെ ഡൈജഷൻ സ്വാഭാവികമായി സംഭവിച്ച വേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഏത് കനലെടുപ്പാണെങ്കിലും വെള്ളം പാരാത്ത കാലത്തോളം പുക ഉണ്ടാവില്ല. അത് സ്വാഭാവികമായി കെട്ടിടുവോ. പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞാൽ വെണ്ണീർ വാരാ അല്ലേ? അത്രയല്ലേ ഉള്ളൂ.
അല്ലെ അങ്ങനെയല്ലേ അത്രയല്ലേ ഉള്ളൂ. കെട്ട് 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 അങ്ങനെ തീർന്നു, ഒന്നും ഉണ്ടായില്ല. ഇതേ അവസ്ഥ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ ഇതാണ് ഉണ്ടാവുക. പറഞ്ഞത് മനസ്സിലായോ? പിന്നെ അവിടെ പറ്റുന്ന സാധനമാണ് എന്ത്? മോര്. മോര് പറ്റും, നല്ലതുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒഴിവാക്കുന്നത് നല്ലതാണ്. പരമാവധി അങ്ങനെ ചെയ്യണം. വെള്ളം കുടിയല്ലാതൊരു നിർവാഹമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കാനാണ് നല്ലത്. എന്നാലും ചൂടുവെള്ളം പറ്റും. ഒന്ന്, വെള്ളം എന്നാൽ ചൂടുവെള്ളമല്ല, വെള്ളം എന്നാൽ പച്ചവെള്ളം. അതാണ് നാച്ചുറൽ വെള്ളം. വെള്ളത്തിൻ്റെ ഒരുപാട് മിനറൽസിനെ കൊന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ചൂടുവെള്ളം ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്തുകൂടെ ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ്. ഉച്ചഭക്ഷണത്തിലേക്ക് മോരൂട്ട് നല്ലതാണ്, വളരെ നല്ലതാണ്. അത് സാധാരണ ഒരു കാര്യമായി കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, അപ്പോൾ തന്നെ നീ കഴിക്കുന്ന ഭക്ഷണത്തെ നോക്കണം. എന്ത് ഭക്ഷണം കഴിക്കണം? മീനും ചോറും ആകരുത്. മീനും ചോറും ആകരുത്. മീനും ചോറിലേക്ക് എന്ത് പറ്റൂല? മോരും തൈരും പറ്റൂല. അത് ശ്രദ്ധിക്കണം. മീനും തൈരും, മീനും മോരും പറ്റൂല, മീനും തൈരും പറ്റൂല. നല്ല എന്താ പറയുക, അയക്കുറ പൊരിച്ചും മോരും നേരെ ബോഡിയുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കും. അപ്പം ശ്രദ്ധിക്കാം. ചൂടുവെള്ളം പറ്റും, കുഴപ്പമില്ല. അപ്പം ഇതാണ് വിരുദ്ധാഹാരം. വിരുദ്ധാഹാരം എന്നാൽ ഇതാണ് എന്ത്? അഷ്ടാംഗ ഹൃദയത്തിൽ ഞാൻ വായിക്കാം. 7-ാം ഖണ്ഡം 45-ാമത്തെ ശ്ലോകം. കിഞ്ചിത് ദോഷമുക്തേ ക്ലേശ ഭൂയോ നഹരതി പ്രഭു വിരുദ്ധം ശുദ്ധി ഗുണദാഹ തഥാഹാരസ്യ ലക്ഷണം. ഏതൊരു ആഹാരമാണോ ശരീരത്തിലെ ദോഷങ്ങളെ, അതായത് വാദം, കിത്പത്, പിത്തം, കഫം എന്നിവയെ ഇളക്കി വിടുന്നതും അവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കാത്തതുമാണോ, അതാണ് വിരുദ്ധാഹാരം. വിരുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, പുറത്ത് പോകാൻ സമ്മതിക്കില്ല. അതാണ് വിരുദ്ധാഹാരം. അതായത് വാദപിത്ത ത്രിദോഷങ്ങളെ ഇളക്കി വിടും, എന്നാൽ പുറത്തേക്ക് പോകാൻ സമ്മതിക്കൂല്ല. ഇതാണ് വിരുദ്ധാഹാരം. ഇത്തരം ഭക്ഷണങ്ങളെ നമ്മൾ പൂർണ്ണമായി ശ്രദ്ധിക്കണം. ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഗുണൈർ വിരുദ്ധം വീരേണ സംസ്കാരേണ ച കൽപ്പനാത് ദേശകാലാഗ്നി മൈത്രാദ്യൈ സ്വഭാവേനാപി ചാവഹേത്. ഗുണം വീര്യം, അതായത് ഉഷ്ണവീര്യം, ശീതവീര്യം, ഇങ്ങനെ രണ്ടവസ്ഥ ഉണ്ട്. സംസ്കാരം, പാകം ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ദേശം, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പ്രദേശം നോക്കേണ്ടതുണ്ട്. കാലം, ഞാൻ തണുപ്പ് കാലത്ത് എന്ത് ചെയ്തു? ഞാൻ 986 ദേവബന്ധി പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്നാൽ ഞങ്ങൾ ചെന്ന് 2-3 മലയാളികളുണ്ട്. ഞങ്ങൾ ചോറുണ്ടാക്കി, ചോറിലേക്ക് കുറച്ച് ബീഫൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. ഉച്ചക്ക് ഭക്ഷണം ദഹിച്ചില്ല. അതായത് നോർത്ത് ഇന്ത്യക്കാർ പൊതുവെ എന്താ കഴിക്കുക? നല്ല ഗോതമ്പ് റൊട്ടി കഴിക്കും. അതാണ് അവർ കഴിക്കുക. ഞാൻ അവിടെ അവരെപ്പോഴെങ്കിലും അരി ഒരു സാധാരണ ചേരുവയായിട്ടേ കഴിക്കുള്ളൂ, പ്രത്യേകിച്ച് ആ ഏരിയ. അങ്ങനെ അവർ കഴിക്കുക. ഞങ്ങൾ ദേവബന്ധിൽ ചെന്നതിൻ്റെ നേരെ പിറ്റേ ദിവസം മാർക്കറ്റിൽ പോയി അരി വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് ബീഫൊക്കെ വാങ്ങി കഴിച്ചു. അത് പിന്നെ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടി. അതോടുകൂടെ ആ പൂതി അവിടെ അവസാനിച്ചു. പിന്നെ പോരുന്നത് വരെയും കൊല്ലക്കണക്കിന് കഴിച്ചത് തന്തൂർ റൊട്ടിയാണ്. അത് വളരെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. നല്ല ആരോഗ്യം ഉണ്ടാക്കുന്ന സാധനമാണ്. റൊട്ടി കഴിച്ചു. അത് ആ ദേശത്തിന്, മനസ്സിലായില്ലേ? ആ ദേശത്തിന് യോജിച്ച ഒരു പ്രദേശത്ത് എന്നാൽ ആ ദേശത്തിൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ചിലപ്പോൾ അത് നമ്മുടെ ബോഡിയും ആ ഭക്ഷണവും തമ്മിൽ തുലനപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് ഭക്ഷണം കഴിക്കണ്ട. പിന്നെ നിനക്ക് പരിചയമില്ലാത്ത ഭക്ഷണം ഒറ്റയടിക്ക് കഴിക്കുകയും ചെയ്യരുത്.
മനസ്സിലായില്ല. അപ്പം നമ്മൾ ഒരു നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയി. ഇവിടുന്ന് നമ്മൾ കാച്ചിലും എന്താ പറയുക മരിച്ചീനിയും അതും ഇതും തിന്ന് പോയ ഒരാൾ യൂറോപ്പിൽ ചെന്നാൽ വാരി വലിച്ച് വെട്ടി തിന്നണ്ട യൂറോപ്പിലെ ഭക്ഷണം. ഒന്ന് അവിടെ എൻ്റെ തൽക്കാലം ഒന്ന് ലേശം ഒന്ന് ലൈറ്റായി കഴിക്കുക, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അതിന് ബോഡി പാകപ്പെടും ചിപ്പം. ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാകപ്പെടും, അങ്ങനെ നമുക്ക് പാകപ്പെട്ടോളണം എന്നില്ല. കാരണം അദ്ദേഹം യൂറോപ്പിലാണ് വലിയൊരു കാലം ജീവിച്ചത്, അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ പാകപ്പെട്ടിട്ടുണ്ടാവും. അത് നമുക്കങ്ങനെ പാകപ്പെട്ടോളണം എന്നില്ല. പിന്നെ പാകപ്പെടണം, അവിടുത്തെ കാലത്തിനനുസരിച്ചുള്ള ഭക്ഷണം. അതിൻ്റെ ഇടയിൽ ദേശവും കാലവും മാറുമ്പോൾ ഒരു ചേഞ്ച് വരുമല്ലോ, ആ ചേഞ്ചിൽ നമ്മൾ വളരെ ലേറ്റായ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ചെറിയൊരു വ്യത്യാസം. ഇപ്പം നമ്മൾ എല്ലാവർക്കും മൂക്കടപ്പ് വരും. ഈ മൂക്കടപ്പ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ചേഞ്ച് വരുന്ന മനസ്സിലായില്ല. വേനൽക്കാലം കഴിഞ്ഞു, കാലാവസ്ഥ മാറി, ഒരു മൂക്കടപ്പൊക്കെ സ്വാഭാവികമായോടെ വരുന്നില്ലേ? അപ്പം ഈ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ലേറ്റായ ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൻ്റെ രീതികൾ തന്നെ മാറി. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം. പഴയ കാലത്ത് അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കും ആളുകൾ. അപ്പം കഴിക്കാൻ പാടില്ലാത്ത ഗുണം വീര്യം ശീതവീര്യം, ഉഷ്ണവീര്യം ശീതവീര്യം, അതേപോലെ തന്നെ പാകം ചെയ്യുന്ന രീതി സംസ്കാരം അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ദേശം ശ്രദ്ധിക്കണം, കാലം ഏതാണ് ഋതു നോക്കണം, അഗ്നി ദഹനശേഷിയുടെ ആ സാഹചര്യത്തെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തി മറ്റൊരാൾ കഴിക്കുന്ന അളവ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എൻ്റെ ബോഡിയിലുള്ള അഗ്നിക്കനുസരിച്ചേ എനിക്ക് കഴിക്കാൻ പറ്റൂ. ഒരു 20-22 വയസ്സായ ബാല്യക്കാരൻ കഴിക്കുന്നത് 7 വയസ്സായ വല്യപ്പ കഴിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അഗ്നിയുടെ അളവിൽ രണ്ടാൾക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ദഹനം വ്യത്യാസം വരും. ദഹനം വ്യത്യാസം വന്നാൽ ബോഡി നാശവും. മനസ്സിലായില്ല? ഒരാളിലും ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്നിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് 20-22 വയസ്സായ, ഒരു 20 വയസ്സ് 18 വയസ്സ് 20 വയസ്സൊക്കെ ആയ യുവാക്കളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്നിയും വയസ്സായ ആളുകളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്നിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ അത്രത്തോളം ഇവർ എനർജറ്റിക് ആയിരിക്കണം, നല്ല പണിയെടുക്കണം. നമ്മൾ ആയ കാലത്തെ പണിയെടുക്കാത്ത ആളുകളുമാണ്. അപ്പം അവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം.